എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കല് ബുദ്ധൻ പ്രഭാഷണത്തിനെത്തിയത് കയ്യിലൊരു തൂവാലയുമായിട്ടാണ്. അദ്ദേഹം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ തൂവാലയിൽ ഏതാനും കെട്ടുകളിടാൻ തുടങ്ങി. എന്നിട്ട് പ്രസംഗത്തിനിടയിൽ അദ്ദേഹം ആ തൂവാല ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഈ തൂവാലയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇതിന്റെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഉടനെ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഉവ്, അതിലേതാനും കെട്ടുകൾ വീണിട്ടുണ്ട്, അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഉടനെ അദ്ദേഹം ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാം? ഉടനെ മറ്റൊരാൾ എഴുന്നേറ്റ് പറഞ്ഞു, എങ്ങനെയാണോ ആ കെട്ടുകൾ വീണിരിക്കുന്നത് അത് മനസ്സിലാക്കി അതേ വഴിയിൽ കൂടെ തന്നെ തിരിച്ചിറങ്ങാൻ സാധിച്ചാൽ കെട്ടുകളിൽ നിന്ന് മോചനമുണ്ടാകും എന്ന് പറയണമെങ്കിൽ അതിന്റെ അവസ്ഥ പഴയതുപോലെ ആക്കിയെടുക്കാൻ സാധിക്കും. അദ്ദേഹം ഉടനെ തന്നെ ആ തൂവാല അവനെ ഏൽപ്പിച്ചു. അവൻ അതിന്റെ കെട്ടുകൾ എങ്ങനെയാണ് ഇട്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേ വഴിയിലൂടെ തന്നെ അത് അഴിച്ചെടുക്കാനും ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ, നീ പറഞ്ഞത് ശരിയാണ്. എങ്ങനെയാണോ കുരുക്കിൽ വീണത് ആ വീണ വഴി മനസ്സിലാക്കി തിരിച്ചിറങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അങ്ങനെയാ. നമ്മൾ പലപ്പോഴും പല പല കുരുക്കുകളിൽ വീഴാറുണ്ട്. ആ കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എങ്ങനെ വീണു എന്ന് തിരിച്ചറിയലാണ്. അതറിഞ്ഞാൽ അതേ മാർഗത്തിലൂടെ തന്നെ നമുക്ക് തിരിച്ചിറങ്ങാനും സാധിക്കും. പക്ഷെ എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുരുക്കുകൾ ഉണ്ടാക്കുന്നവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ ഒരിക്കലും തിരിച്ച് ഇറങ്ങരുത് എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കും ഉണ്ടാക്കുക. അതെല്ലായ്പ്പോഴും എളുപ്പമാകണമെന്നും ഇല്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ യാത്രയും ശുഭകരമായി പര്യവസാനിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. നമ്മൾ എത്തിച്ചേരുന്ന എല്ലാ ഇടങ്ങളും അഭയസ്ഥാനമാകുമെന്നും നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ സാധിക്കില്ല. ആയതുകൊണ്ട് കൃത്യമായി ദിശാബോധമുള്ളവരായിരിക്കുക. കെണികളിൽ വീണാലും കുരുക്കളിൽ വീണാലും അത് സോൾവ് ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കണം. ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പത്രമാധ്യമങ്ങളിൽ കാണുന്ന ഒരു വിഷയമാണ് ലഹരി വേട്ടയെ കുറിച്ച് കാണുന്നുണ്ട്. പുതിയ തലമുറ സിന്തറ്റിക് ലഹരിയുടെയും മറ്റു പല ലഹരിയുടെയും അടിമത്തത്തിലാണ്. പല കെണികളിലും പെട്ടുപോകുന്നുണ്ട്. അതെ, പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. തൂവാലയിൽ കെട്ടുകൾ വീണാൽ അത് അഴിച്ചെടുത്താലും അവിടെ ചില മടക്കുകൾ അതവിടെ അവശേഷിക്കുന്നുണ്ട്. അതെ, കറപുരളാതിരിക്കാൻ, തെറ്റുകളിൽ വീഴാതിരിക്കാൻ അത്രയും ജാഗ്രതയുള്ളവരായിരിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.